അടുത്തതായി തെന്നൂർ രാമേന്ദ്രൻ സാറിനാണ് സംസാരിക്കാനായി ഉള്ളത്. അദ്ദേഹത്തെ ക്ഷണിക്കും. ഇവിടെ ഇന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു കാര്യമാണ്. ഇതിനേക്കാൾ കൂടുതൽ ഞാൻ ഓർമ്മിക്കുന്ന മറ്റെന്ത് കാര്യമായിരിക്കും, മറ്റ് മുഹൂർത്തങ്ങളുടെ മണിമാല മറ്റെന്തായിരിക്കും എന്നെനിക്ക് ഈ നിമിഷത്തിൽ തീരുമാനിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ കാവ്യജീവിതം എന്ന് പറയുന്നത് വളരെ യാദൃച്ഛികമായി സംഭവിച്ചതാണ്. കവിത ഇതിനു മുൻപ് എഴുതിയിട്ടുണ്ട്. ചില സുഹൃത്തുക്കൾക്ക് മംഗളപത്രമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മാതൃഭൂമി ബാലജന സഖ്യത്തിന് ഞാൻ കവിത ഇല്ലൻ്റിൽ എഴുതി അയച്ചിട്ടുണ്ട്. അന്ന് കുട്ടേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ആ കവി കുഞ്ഞുണ്ണി മാഷ്, അദ്ദേഹമായിരുന്നു കുട്ടേട്ടൻ. അദ്ദേഹത്തിൻ്റെ കാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ധാരാളം കവിതകൾ വായിക്കണം, ഈ കവിത ഏതായാലും ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല, വീണ്ടും ഒരുപാട് കവിതകൾ വായിച്ചതിന് ശേഷം എനിക്കൊരു കവിത എഴുതി അയക്കൂ എന്ന് പറഞ്ഞ് അപ്പോൾ കവിത എഴുതാനുള്ളൊരു എർജ് ആണ് എന്നെ നയിക്കുന്നത്. പാണ്ഡിത്യമോ പദാവലികളുടെ സമ്പന്നതയോ ഭാവനാശാലിത്വമോ സർഗവാസനയോ അതിനേക്കാളേറെ ഒരു വല്ലാത്ത ഒരു എർജാണ് ഈ കവിത എഴുതുന്നത്. അതെവിടെ നിന്ന് വരുന്നു എന്നെനിക്കറിയില്ല. ഞാൻ കാവ്യ കൈരളി ചങ്ങമ്പുഴയുടെ വായിക്കുമ്പോൾ അടുത്ത നിമിഷത്തിൽ ഇതുപോലെ പദങ്ങൾ നിരത്തിക്കൊണ്ട് ജനങ്ങളെ ത്രസിപ്പിക്കുന്ന ഒരു കവിത എനിക്ക് എഴുതണം എന്ന് തോന്നി. ഇന്നുവരെ എനിക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എൻ്റെ ആത്യന്തിക ലക്ഷ്യമായ പരിപൂർണതയുള്ള വായിക്കുന്നവരെ ത്രസിപ്പിക്കുന്ന ഒരു 20 വരി എന്ന് ഞാൻ എഴുതുന്നുവോ അന്ന് ഞാൻ എൻ്റെ കവിത എഴുതുന്നത് അവസാനിപ്പിക്കും. ഇതൊരു ബയോളജിക്കൽ നെസസിറ്റി ആണോ എന്ന് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബയോളജിക്കൽ നെസസിറ്റി അല്ല, അതിനപ്പുറത്തുള്ള ഒരു ഇമോഷണൽ നെസസിറ്റിയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ഉണ്ട് എന്നും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുവെന്നും നിങ്ങളോട് പറയണം. അത് ഏറ്റവും മനോഹരമായിട്ട് പറയണം. അത് ഇന്നിമിറ്റബിളായിരിക്കണം, അങ്ങനെ റെപ്ലിക്കബിൾ ആയിരിക്കരുത് എന്നുള്ള ഒരു വികാരം എൻ്റെ മനസ്സിൻ്റെ അടിയിലുള്ളത് കൊണ്ടാണ് ഞാൻ എഴുതുന്നതെന്ന് ഇന്ന് ഞാൻ റിട്രോസ്പെക്റ്റീവായി പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഇത് ഞാൻ അക്ഷരത്തിൻ്റെ രൂപത്തിൽ വാക്കുകളായിട്ട് ആദ്യമായി ഈ ആശയം എൻ്റെ ഈ അനുഭവം പ്രദർശിപ്പിക്കുന്നതും ഈ വേദിയിൽ മാത്രമാണ്. ഞാൻ കവിതകൾ കുറിച്ച് വെച്ചിരുന്നു. അതൊക്കെ ഫേസ്ബുക്കിൽ ഇടുകയും അതിൻ്റെ പ്രിൻ്റ് എടുത്ത് വയ്ക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് വന്നു എന്നുള്ളതും തിരുവനന്തപുരത്ത് 20 വർഷം താമസിച്ചു എന്നുള്ളതും ഒരു എൻ്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവാണ്. അതുപോലെ മറ്റൊരു വഴിത്തിരിവാണ് സുദർശൻ കാർത്തികപ്പറമ്പിൽ എന്ന ആ കവിയെ കണ്ടുമുട്ടാനിടയായത്. അദ്ദേഹം എന്നോട് വലിയ വാത്സല്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തക പ്രകാശനത്തിനും എന്നെ നേരത്തെ വിളിക്കും. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ എനിക്ക് തരുമായിരുന്നു. അങ്ങനെ ഉള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് 4-5 ദിവസം മുമ്പ് മൂകാംബിയയ്ക്ക് പോകുന്ന അദ്ദേഹത്തിൻ്റെ 2-3 സുഹൃത്തുക്കളുമാണ് എൻ്റെ ഓഫീസ്. അന്ന് ഞാൻ റിട്ടയർ ചെയ്തിട്ടില്ല. എൻ്റെ ഓഫീസിൽ വരികയും എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം തരുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം മൂകാംബികയിൽ പോയി. അതുപോലെ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഒരു വലിയ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിലൂടെ ആ മൂകാംബികയും ഈ ഗുരുവും ഒക്കെ ആ അനുഗ്രഹം എന്നിലേക്കും വന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഒരു ഗുരു സ്ഥാനീയനായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ അദ്ദേഹം എൻ്റെ ആദ്യത്തെ ആഷാഢമേഘങ്ങളിലല്ല വേറെ എൻ്റെ സാന്ദ്രാനന്ദത്തിലുള്ള ഒരു മലയാളം വൃത്തത്തിൽ എഴുതി ഈ ചെറുശ്ശേരിയൊക്കെ എഴുതുന്ന പോലത്തെ ഒരു കവിതയുണ്ട് കൃഷ്ണനെപ്പറ്റി. അതിൽ മുകിൽമാല എന്നൊരു വാക്ക് അദ്ദേഹം എൻ്റെ വാക്ക് വെട്ടിയിട്ട് മുകിൽമാലകൾ എന്നെഴുതി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഗുരു ഒരുപാടൊന്നും പറയണ്ട, ഗുരുവിൻ്റെ മൂല്യം ശിഷ്യൻ്റെ ബോധത്തിലാണ്, ആഭിമുഖ്യത്തിലാണ് നിലകൊള്ളുന്നത് എന്നും കൂടി എൻ്റെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. മുകിൽമാലകൾ എന്ന് അദ്ദേഹം വെട്ടി. ആ മാനസ്ക്രിപ്റ്റിൻ്റെ വളരെ കാലം ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 ചേഞ്ചസ് മാത്രമാണ് അദ്ദേഹം എൻ്റെ കവിതയിൽ 2 കവിത മാത്രമേ അദ്ദേഹം എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നിട്ടുള്ളൂ. പക്ഷെ ഒരു ദിവസം മുഴുവൻ അദ്ദേഹം എന്നോട് കവിതകളെക്കുറിച്ചും കവികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ സ്കൂൾ വിദ്യാഭ്യാസത്തോടുകൂടി കോളേജ് വിദ്യാഭ്യാസത്തോടുകൂടി എൻ്റെ മലയാള
ആയിട്ടുള്ള ബന്ധം തീർന്നു. ഞാൻ 28 വർഷം ഡൽഹിയിലായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഔപബോധിക സംസ്കാരത്തിൻ്റെ ബഹിർസ്ഫുരണം എന്നതുപോലെയാണ് ഞാൻ 67-68 വയസ്സായപ്പോൾ കവിത എഴുതാൻ തുടങ്ങിയത്. 11 പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചു. എല്ലാ പുസ്തകങ്ങൾക്കും നല്ല സ്വാഗതം കിട്ടി. അതിൽ ആദ്യത്തെ 4 പുസ്തകങ്ങളും പെൻഡോഗ്രാഫ്, ശ്രീ രാജാ വാര്യരുടെയും ശ്രീകുമാറിൻ്റെയും പ്രവർത്തന മേഖലയായ പെൻഡോഗ്രാഫാണ് പബ്ലിഷ് ചെയ്ത് തന്നത്. ഞാൻ അവതാരിക എഴുതാനും അതുപോലെ പബ്ലിഷറെ തേടിയും ഒന്നും അലയുന്ന ആളല്ല. ഐ ആം ഹാപ്പി വിത്ത് വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഞാൻ എൻ്റെ പരിചയക്കാരോട് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് അവതാരിക എഴുത ആശാ പി നായർ, അവർ ഫേസ്ബുക്കിലൊരു കവിത എഴുതുന്ന നല്ല അക്ഷരത്തെറ്റില്ലാതെ നല്ല രീതിയിൽ കവിത എഴുതുന്ന ഭാഷയെ മലിനീകരിക്കാത്ത ഒരു എഴുത്തുകാരിയാണ്. അപ്പോൾ അവരോട് പരിചയപ്പെട്ടപ്പോൾ അവർ മലയാളം MA-കാരിയാണ്, അവർ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എഴുതിയാൽ മതിയോ, എനിക്ക് അതിനുള്ള സ്റ്റേച്ചർ ഇല്ലല്ലോ എന്നുള്ള രീതി എന്നോട് സംസാരിച്ചു. ഞാൻ അന്ന് അവരോട് പറഞ്ഞു, സ്റ്റേച്ചർ നമ്മൾ ഉണ്ടാക്കുന്നതാണ്, എൻ്റെ സ്റ്റേച്ചർ തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ 2ാം വരിയിലേ നിൽക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ഞാൻ 2ാം വരിയിലേ നിൽക്കുള്ളൂ, ഇല്ലേ? ഒരാൾ ഞാൻ ജീവിതത്തിൽ ചെരുപ്പ് കുത്തി ആകണമെന്ന് തീരുമാനിച്ചാൽ അവനവിടെ ഇന്ന് മാറ്റാൻ പറ്റില്ല. എനിക്ക് എന്താകണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ 2ാം നിരക്കാരനല്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ആശാ പി നായർ 2ാം നിരക്കാരിയല്ല, അവതാരിക എഴുതി തരാൻ പറഞ്ഞു. അവരെനിക്ക് എഴുതി തന്നു. അതുപോലെ ഞാൻ ഓരോന്നിൻ്റെയും കാന്തിധാമം എന്ന് പറയുന്ന പുസ്തകം ഞാൻ എഴുതിയതാണോ എന്ന് എനിക്കെപ്പോഴും സംശയമാണ്. ഇത് ഞാൻ എങ്ങനെ എഴുതിയെന്ന് എനിക്കറിയില്ല, കാന്തിധാമം. അതുപോലെ ആ നിലവാരത്തിലേക്ക് വന്നുള്ള പുസ്തകങ്ങളും കവിതയിൽ അങ്ങനത്തെ പുസ്തകങ്ങൾ കുറവാണ്, കാരണം അത് ഗദ്യത്തിൽ ആണ് എഴുതാൻ പറ്റുക. അപ്പോൾ കാന്തിധാമത്തെ കുറിച്ച് അദ്ദേഹം ഇതിൽ രാജേന്ദ്രൻ സാറ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അവതാരിക എഴുതിയതും രാജേന്ദ്രനാണ്, ഡി രാജേന്ദ്രൻ അറിയപ്പെടുന്ന ആളല്ല, പക്ഷേ അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അലങ്കാരശാസ്ത്രത്തിലെ ഈ അലങ്കാരശാസ്ത്രം മുഴുവൻ പഠിച്ച ആളാണ് ഡി രാജേന്ദ്രൻ. ഒരു ചേർത്തല തെക്ക് ഭാഗത്ത് ഒരു സ്ഥലത്ത് ഒരു ഒതുങ്ങിയ ജീവിതം നയിക്കുന്ന ആളാണ്. ഒരുപാട് പേരെ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എഴുതിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ 2 രാജേന്ദ്രന്മാരുടെ തൂലികാ സ്പർശനമായിട്ടാണ് കാന്തിധാമം. അപ്പോൾ ഇതുപോലെ അതിനുശേഷം പെണ്ണഴക എഴുതി. അത് മുഴുവൻ പെണ്ണഴക എന്നുള്ള പേര് കേട്ടപ്പോൾ ഡോക്ടർ പൗലോസ് സാറ് എറണാകുളത്തെ സാംസ്കാരിക വേദിയിലെ 1ാം സൂര്യനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു ഈ തെന്നൂർ രാമേന്ദ്രൻ നല്ല നല്ല കവിത എഴുതി, അതിനിടയ്ക്കൊരു എന്താ പറയുക, ഒരു പൈങ്കിളി പുസ്തകം എഴുതിയിട്ടുണ്ട്, അതാണ് ഈ പെണ്ണഴകൻ. യഥാർത്ഥത്തിൽ അതിന് ആ പേര് മാത്രമേ അങ്ങനെയുള്ളൂ, അത് അങ്ങനെ പൈങ്കിളി കവിതയൊന്നുമല്ല. സ്ത്രീയും പ്രകൃതിയും ഒന്നാണ് എന്ന എൻ്റെ ബോധത്തിൽ നിന്നാണ് ആ ആശയമുണ്ടായത്. അതിൽ 100 കവിതകളും സ്ത്രീ സൗന്ദര്യത്തെ ചുറ്റിപ്പറ്റി സ്ത്രീ മനുഷ്യ സമൂഹത്തിനും നമ്മുടെ സംസ്കാരത്തിനും ഒക്കെ നൽകുന്ന എല്ലാ സംഭാവനകളെയും ചേർത്തുകൊണ്ട് അവരുടെ അഴകും ലാവണ്യവും അവരുടെ സൗന്ദര്യവും എല്ലാം ചേരുന്ന എന്താ പറയുക, സമഗ്രമായ ഭാവത്തെ കൊള്ളുന്നതാണ് ആ പുസ്തകം. സാന്ദ്രാനന്ദം മുഴുവൻ 100 കവിതയും കീർത്തന രൂപത്തിലുള്ളതാണ്. അപ്പോൾ എന്നെ ഭക്തകവി എന്ന ആളുകൾ പറയുന്നെങ്കിലും ഭക്തി എന്ന് പറയുന്ന ഒരു 15% അങ്ങനത്തെ കവിതയുള്ളൂ. ഞാൻ സമകാലിക ഇഷ്യൂസിനെ പറ്റി ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി എനിക്ക് 8-ൽ ചന്ദ്രനും 7-ൽ വ്യാഴവും 11-ൽ ബുധനും ചൊവ്വയും 12-ൽ ശുക്രനും സൂര്യനും ഒക്കെ നിൽക്കുന്ന ഒരു ജാതകത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ അർഹിക്കുന്നതിലും വലിയ എനിക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ടതിനേക്കാൾ വലിയ സൗഭാഗ്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു സൗഭാഗ്യത്തിൻ്റെ ഭാഗമാണ് ഈ രചനകളൊക്കെ ഉണ്ടായി എന്നുള്ളത്. ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു കവിത എഴുതുമ്പോഴും ഞാൻ പ്രസവവേദന അനുഭവിച്ചിട്ടില്ല. ഞാൻ അനായാസമായിട്ട് എഴുതിയിട്ടുള്ള കവിതകളാണ്. അതേസമയത്ത് ഗദ്യപുസ്തകം എഴുതിയപ്പോൾ സാർ ഞാൻ വേർത്തുപോയി. 200-ലധികം ലേഖനങ്ങളും പുസ്തകങ്ങളും വായിച്ചിട്ടാണ് ഞാൻ എഴുതിയത്. ആ പുസ്തകങ്ങളുടെ ഗരിമയുടെ ഒരു 1000-1 എൻ്റെ പുസ്തകത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ അതിനെ ഞാൻ ആരെ ആശ്രയിച്ചോ അവരുടെ ഗരിമകളാണ് ആ പുസ്തകത്തിലുള്ളത്. അപ്പോൾ എൻ്റെ സാഹിത്യ ജീവിതം അങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം, ബ്രാഡ്ലി എന്ന് പറയുന്ന ആൾ ഇല്ലായിരുന്നുവെങ്കിൽ ഷേക്സ്പിയർ ഇന്ന് ആരും അറിയില്ല. അത് ലിറ്ററേച്ചർ പഠിക്കുന്നവർക്കറിയാം. അതുപോലെ ബോസ്വെൽ എന്ന് പറയുന്ന ഒരാളില്ലെങ്കിൽ ഡോക്ടർ ജോൺസണിനെ ആരും അറിയില്ല. അതുപോലെ എല്ലാ നല്ല മനസ്സോടുകൂടി നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതുപോലെ നമ്മളെ ഉയർത്തി കാണിക്കാൻ ഏതെങ്കിലും ഒരാൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് സൂചകമായി ആകാശത്തിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എഴുതി നല്ല ഉദ്ദേശത്തോടുകൂടി എഴുതുന്നു. നമ്മൾ മാനവികതയിൽ വിശ്വസിക്കുന്നു, നമ്മൾ സൗഹൃദങ്ങളിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു സുഹൃത്ത് വന്ന് എൻ്റെ കൃതികളെ ഇതുപോലെ
200-ലധികം 220 പേജുകളുള്ള അതിനൊരു എന്താ പറയുക, ഒരു സംയോജനം ഉണ്ടാക്കി സദ്ഭാവനയെ കൊണ്ടത് പ്രസിദ്ധീകരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയുടെ ഒരു പ്രതികരണമാണത്. പ്രകൃതി പ്രതികരിക്കും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാനൊരു സമയം എടുക്കുന്നില്ലെങ്കിലും ഒരു മിനിറ്റ് കൊണ്ടൊരു ഉദാഹരണം പറയാം. ഞാനൊരു ബ്ലഡ് ഗ്രൂപ്പ് ഞങ്ങളുടെ ഡൽഹിയിലെ ഓഫീസിലെ ഓരോരുത്തരുടെയും ബ്ലഡ് ഗ്രൂപ്പ് നിശ്ചയിച്ച് ഒരു ബ്ലഡ് ഗ്രൂപ്പിലുള്ളവരുടെ 10 പേരുടെ പേര് വെച്ച് ഒരു കാർഡുണ്ടാക്കി ആ 10 പേർക്കും കൊടുക്കും. അപ്പോൾ അവർക്ക് ബ്ലഡ് ആവശ്യം വന്നാൽ കോൺടാക്ട് ചെയ്യാം. അത് റെയർ ബ്ലഡ് ഗ്രൂപ്പ്സ് ഉള്ളവർക്ക് വലിയ സഹായമാവും. അപ്പോൾ ഈ പ്രോജക്റ്റ് ഞാൻ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ ഓഫീസിലൊരു മലയാളി ഓഫീസറുണ്ട്. എൻ്റെ മേലധികാരിയായിരുന്നു എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാമനാഥൻ എന്ന് പറഞ്ഞ്. അയാൾ എന്നെ ആക്ഷേപിച്ചു, തനിക്ക് ജോലിയൊന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചു. അത് കഴിഞ്ഞ് ഈ പ്രോജക്റ്റിന് വേണ്ടി ബ്ലഡ് എടുക്കാൻ ഞാനൊരു ഏജൻസി ഏൽപ്പിച്ചിരുന്നു. ആ ഏജൻസിയിലുള്ളവർ ഒരു 3-4 നഴ്സുമാർ ഏറ്റവും ശുഭ്ര വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു നല്ല ട്രാവലർ ബസ്സിൽ വന്ന് അവിടെ ഇറങ്ങി. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല, ബ്ലഡ് ടെസ്റ്റ് വരണം എന്നേ പറഞ്ഞു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഒരു ഡോക്ടർ, ലേഡി ഡോക്ടർ, അവിടുത്തെ സൂപ്രണ്ട് ഒന്നാണ്. അവർ ഒരു ഡോക്ടറെ അയച്ചു. ബ്ലഡ് എടുക്കുമ്പോൾ ഒരു ഡോക്ടർ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറെ അയച്ചു. ഇത് തുടങ്ങാൻ നേരത്ത് ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടറെ വിളിക്കാൻ പോയി. അപ്പോൾ അദ്ദേഹം പെട്രോഫിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാനാണ്. അതിൻ്റെ ബോർഡ് മീറ്റിംഗ് തുടങ്ങാൻ ബോർഡ് റൂമിലേക്ക് അദ്ദേഹം കയറുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഒന്ന് വന്ന് ആദ്യത്തെ ബ്ലഡ് സാറിൻ്റെ എടുക്കണമെന്ന് പറഞ്ഞു. IAS ഓഫീസറാണ്. അപ്പോൾ അയാൾ ബോർഡ് മെമ്പേഴ്സിനോട് പറഞ്ഞു, തുമാരാ കാം തോ റൊട്ടീൻ കാം ഹെ, മേ ഏക് അനോഖ കാം കർനെ കെ ലിയെ ജാ രഹാ എന്ന് പറഞ്ഞ് ആ MD വന്നപ്പോഴത്തേക്ക് ആക്ഷേപിച്ച സീനിയർ ഓഫീസേഴ്സ് എല്ലാവരും വന്നു. അത് കഴിഞ്ഞ് ഈ സിറിഞ്ചൊക്കെ അവിടെ ഇവിടെ കിടക്കുവാണ്. ഇതെന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ജാട്ട് പ്യൂൺ അയാൾ വന്ന് പഞ്ഞിയും ഇതുമൊക്കെ വളരെ നല്ല രീതിയിലെടുത്ത്, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിനൊരു മേന്മയുണ്ടായിരുന്നു എന്നല്ലാതെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനോ അത് നല്ല രീതിയിൽ സംഘടിപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ലായിരുന്നുവെങ്കിലും എൻ്റെ പരിതോവസ്ഥയിൽ നിന്നാണ് അതുണ്ടായത്. അതുപോലെ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പുസ്തകത്തെ സംബന്ധിച്ചും നടന്നിരിക്കുന്നത്. ഞാൻ സുദർശൻ കാർത്തികപ്പറമ്പിലിനെ പറ്റി പറഞ്ഞതുപോലെ സനത് കുമാരൻ സാർ, പ്രൊഫസർ സനത് കുമാർ എന്ന് പറയുന്ന ഒരു മലയാളം പ്രൊഫസറുണ്ട്. അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം, ആദ്യത്തെ കവിതകൾ അദ്ദേഹം എനിക്കൊരു അവതാരി എഴുതി തന്നു. എന്നിട്ട് ആ പുസ്തകങ്ങളും കൊണ്ടാണ് ഞാൻ ആദ്യം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ബിയോണ്ടിൽ ചെല്ലുന്നത്. അപ്പോൾ ബിയോണ്ട് അതെല്ലാം സെറ്റ് ചെയ്തിട്ട് എനിക്ക് തന്നു. കവിതകൾ എന്നാണ് അതിന് പേരിട്ടിരുന്നത്. അതിന് സനത് കുമാർ തമ്പി സാറ് അവതാരിക എഴുതി തന്നിരുന്നു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് വളരെ ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു കവിത പബ്ലിഷ് ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പോൾ സനത് കുമാരൻ തമ്പി എന്ന് പറയുന്ന സാർ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ഒരു 1000-ലൊന്ന് മൂലമില്ലാത്ത കവിതകളാണ് ആളുകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്, ധൈര്യമായിട്ട് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു. അപ്പോൾ സുദർശൻ കാർത്തികപ്പറമ്പിൽ എന്നോട് പറഞ്ഞിരുന്നത്, ആദ്യത്തെ പ്രസിദ്ധീകരണത്തിൽ തന്നെ BR നായർ മാർക്ക്ഡ് ആവണം, ആ ലെവൽ വരുമ്പോഴേ ഞാൻ അപ്രൂവ് ചെയ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ സനത് കുമാരൻ തമ്പി സാർ പറഞ്ഞു, ധൈര്യമായിട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കവിത കൊണ്ടുവന്ന് അത് പിന്നീട് മാറ്റി ആഷാഢമേഘം, കുറേ കവിതകൾ എടുത്തു കളഞ്ഞ് വേറെ കവിത ചേർത്ത് ആഷാഢമേഘങ്ങളാക്കി. ആഷാഢമേഘങ്ങൾ ഒരു വലിയ വാല്യൂ ഉള്ള കവിതയാണെന്ന് എനിക്ക് സ്വയം തോന്നിയിരുന്നില്ല. പക്ഷേ തമ്പാൻ സാറ് ഇതിൽ എഴുതിയിരിക്കുന്ന ലേഖനം ഞാൻ PDF-ൽ വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഉയർച്ചയുണ്ടായി. അപ്പോൾ ഇന്നത്തെ ഈ സന്ദർഭവും ഈ പുസ്തകവും നിങ്ങൾ എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നു എന്നുള്ളതും എൻ്റെ സൗഭാഗ്യത്തിനപ്പുറത്ത് എന്നെ നിങ്ങൾ കാറ്റാപ്പുൾട്ട് ചെയ്തിരിക്കുന്നു, എന്നെ നിങ്ങൾ പ്രൊപ്പൽ ചെയ്തിരിക്കുന്നു. എൻ്റെ വളർച്ചയുടെയും ശ്രീകുമാറിൻ്റെ വളർച്ചയുടെയും ഞങ്ങൾ വഴിത്തിരിവുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചകമാണ് എന്ന് ഞാൻ വിനയപൂർവ്വം സ്വയം വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ സന്നിഹിതരായവരിൽ എൻ്റെ നാട്ടിൽ എൻ്റെ ഹൈസ്കൂൾ ഫ്രണ്ട്സായിട്ടുള്ളവരുണ്ട്. എൻ്റെ ഹൈസ്കൂളിലെ OSA ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും അതിൻ്റെ ജീവാത്മാവും ഒക്കെ ആയിട്ടുള്ള വ്യക്തി ഇവിടെയുണ്ട്. അതുപോലെ ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ചവരുണ്ട്. എൻ്റെ വലിയേട്ടൻ്റെ മകൾ, അതായത് എൻ്റെ നീസ്, അവരുടെ ഫാമിലി ഇവിടെയുണ്ട്. പിന്നെ എനിക്ക് പരിചയമുള്ള കുറേ പേരുണ്ട്. ഈ സദ്ഭാവന ട്രസ്റ്റിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എൻ്റെ സദ്ഭാവന ട്രസ്റ്റിലൂടെ ത്രൂ ദ പോർട്ടൽസ് ഓഫ് ദിസ് എമിനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ കടന്നു വരുന്ന രണ്ടാമത്തെ പുസ്തകമാണിത്. പെൻഡോഗ്രാഫിലെ 4 എണ്ണം
2 സദ്ഭാവനയിൽ, 1 തത്വമസിയിൽ, 1 സാഹിത്യ സമിതി പത്തനംതിട്ട, പിന്നെ ഗീതാ ബുക്സ് പറവൂർ 2 പുസ്തകം. ഇങ്ങനെയാണ് എൻ്റെ പുസ്തകങ്ങൾ. പിന്നെ ഒരു പുസ്തകം കൂടി പബ്ലിഷ് ചെയ്തു, ശ്രീചക്രത്തിലെ നളിന ദലങ്ങൾ. അത് ഞാൻ എൻ്റെ മുറിയൊക്കെ എടുത്തപ്പോൾ കുറേ കീറിപ്പറഞ്ഞ കുറേ കടലാസ് കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയപ്പോൾ അതിൽ പുഷ്പങ്ങളെ പറ്റി 250 ശ്ലോകങ്ങൾ വിയോഗിനി വൃത്തത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അത് കുറച്ചുകൂടിയൊക്കെ എഡിറ്റ് ചെയ്ത് നല്ല ആളുകളെ കൊണ്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല പുസ്തകമായിരുന്നു. അങ്ങനെ ഒരു പുസ്തകം കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ചരിത്രം. ഇവിടെ ഇത് കേൾക്കാൻ വന്നിട്ടുള്ള എല്ലാവർക്കും, എൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ വേദിയിലിരിക്കുന്നവർക്ക്, ഈ സദ്ഭാവന ട്രസ്റ്റിനോട്, ഭാരത് സേവക സമാജിനോട്, എന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത, എൻ്റെ കവിതകൾ മെനക്കെട്ടിരുന്ന് വായിച്ച തമ്പാൻ സാറ്, രാജാ വാര്യർ സാറ്, അതുപോലെ എൻ്റെ കാന്തിധാമം പ്രകാശനം ചെയ്ത വിളക്കുടി സാറ്, എന്നെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള രാജേന്ദ്രൻ പിള്ള സാറ്, ഇവരൊക്കെ അങ്ങനെ വളരെ സമ്പന്നമായിട്ട് എനിക്കിതിനേക്കാൾ വലിയൊരു ഇത് എൻ്റെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം ഇത് തുടങ്ങിയത്. അപ്പോൾ മിനിഞ്ഞാന്ന് എൻ്റെ 77ാം ജന്മദിനമായിരുന്നു. മിഥുനമാസത്തിൽ ചതയും എൻ്റെ ജന്മ. അപ്പോൾ അതിനോട് ചേർന്നുകൊണ്ട് ഇത് സംഭവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ് എന്നും, ഇത് സമൂഹം, നമ്മൾ ഒരു ഡെസിമൽ നന്മ പ്രദർശിപ്പിക്കുമ്പോൾ 10 കണക്കിന് നന്മ നമ്മിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആ അർത്ഥത്തിലാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരാളെയും പ്രത്യേകം ഒരുപാട് നന്ദി രേഖപ്പെടുത്താനോ ഇതിന് എന്തെങ്കിലും പകരം തരാനോ ഒന്നും ഈ ജീവിതത്തിൽ സാധിക്കില്ല. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെയാണ്. അതിൽ കൂടുതൽ ജീവിതത്തിലൊന്നും നേടാനില്ല. ഇനിയിപ്പോൾ ഞാൻ ചീഫ് മിനിസ്റ്റർ ആയാലും എനിക്ക് ഇത്രയധികം സന്തോഷം കിട്ടാൻ പോകുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശ്രീകുമാറിന് പ്രത്യേകം നന്ദി. ശ്രീകുമാറിന് ഒന്നും പകരം കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അതൊരു സ്നേഹപ്രകടനമായിട്ട് ഞാൻ എന്നും എൻ്റെ ഹൃദയഭിത്തികളിൽ കുറിച്ചിട്ടുണ്ടാവും എന്ന് ഞാനത് വായിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അടുത്തതായി ഡോക്ടർ വിളക്കുടി രാജേന്ദ്ര സാറിനെ ക്ഷണിക്കും. ആദരണീയനായ ബാലേന്ദ്രൻ സാർ, പ്രിയപ്പെട്ട ഡോക്ടർ M.R. തമ്പാൻ അവർകൾ, ഇന്നത്തെ ഈ ഗ്രന്ഥത്തിൻ്റെ സമ്പാദനവും പഠനവും നിർവഹിച്ച എനിക്കേറെ പ്രിയങ്കരനായ ശ്രീകുമാർ, ശ്രീ തെന്നൂർ സാർ, സഭാവേദിയിലെയും സദസ്സിലെയും ഗുരുജനങ്ങളെ, ബഹുമാന്യരെ, ഇവിടുത്തെ PSSലെ വളരെ ബഹുമാന്യരായ അന്തേവാസികളെ, എല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിനില്ല, അതിനാവാത്തതല്ല, പക്ഷേ ഇപ്പോൾ സന്ദർഭം അതിൻ്റേതല്ല. ആകെ എനിക്ക് വളരെ സന്തോഷം തോന്നി ഇവിടെ ഇരുന്നപ്പോൾ. തളിർ വിടർന്നുള്ള മരം തലോടി കുളിർവായു ഊതി കിഴക്ക് നിന്നും എന്ന് കുമാരനാശാൻ കവി, നല്ല കാറ്റ്. അതെനിക്ക് തോന്നി ഈ സന്ദർഭത്തിന് നമ്മൾ ചൂട് പിടിച്ചിരുന്ന സന്ദർഭമാണ്. മനസ്സിനെല്ലാം ഒരു സന്തോഷം പകരുന്ന ഒരു ദിവസമാണിന്ന്. 2-3 കാര്യങ്ങൾ മാത്രം. ഒന്ന്, ശ്രീകുമാർ, അദ്ദേഹത്തെ പറ്റിയാണ്, കവിയെ പറ്റി ഓർമ്മയുണ്ടെങ്കിലും ശ്രീകുമാർ ഡോക്ടർ തമ്പാൻ സൂചിപ്പിച്ചതുപോലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഡിറ്ററായിരുന്ന കാലത്ത് എനിക്ക് തോന്നുന്നൊരു 10-30-35 കൊല്ലത്തെ പഴക്കമുണ്ട് എനിക്ക്. ശ്രീകുമാർ വളരെ വിനീത വിധേയനായി, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലോ ഭാഷണത്തിലോ ശരീരരൂപത്തിലോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് സ്ക്രിപ്റ്റുകളൊക്കെ കളക്ട് ചെയ്ത് ഒന്നാന്തരമായി അത് പ്രസാധനം ചെയ്തു പോകുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ തന്ത്രം എനിക്കറിയാം. ഇപ്പോൾ വിജയനാഥൻ പിള്ളയുടെ ഒരു പുസ്തകത്തിൻ്റെ കാര്യം എനിക്കറിയാവുന്നതാണ്. വിജയനാഥൻ പിള്ളയുടെ പുസ്തകം ഒരു അനാഥമായി കിടന്നതാണ് അവിടെ. അത് പലരും ലേഖനം എഴുതി കൊടുത്തു. പക്ഷേ അദ്ദേഹം സ്വയം അത് ഏറ്റെടുത്ത് ഗംഭീരമായ ഒരു പുസ്തകമായി വിജയനാഥൻ പിള്ള എഴുതി കൊണ്ടുവന്നത് ശ്രീകുമാറാണ്. അതുപോലെ ഈ തെന്നൂരിൻ്റെ തേൻകനികൾ അദ്ദേഹം വളരെ ഇപ്പം തെന്നൂർ സാർ ഇവിടെ സംസാരിച്ച് കേട്ടല്ലോ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആശ്രയിച്ചു പോകുന്ന ഒരാളല്ലെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എനിക്കും അദ്ദേഹത്തെ എനിക്കൊരു ഓർമ്മയുള്ളത് ശ്രീ സുദർശൻ കാർത്തിയപ്പറമ്പിലാണ്, ഇല്ലേ സാർ? എൻ്റെ വീട്ടിലൊരിക്കൽ ഇവർ 2 പേരും കൂടി വരികയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം ആ ഗുരുസ്മരണ ഇന്നിവിടെ നടത്തി.
ശ്രീ കാർത്തികപ്പറമ്പിലിൻ്റെ ഒരു 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 ഗുരുത്വം, അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു സന്യാസി സമൂഹത്തിൻ്റെ ശിഷ്യനാണെന്നും അത് എന്നിലും കൂടെ സംക്രമിപ്പിച്ചിട്ടുണ്ടോ ഒക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ അതൊരു വലിയ അനുഭവമായി തോന്നി. അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്രത്യേക സ്വഭാവമാണ്. പക്ഷേ ഇത്ര കറവ വറ്റാത്ത പശുവാണ്, ഒരു കാമധേനുവാണ് അദ്ദേഹമെന്ന് നമുക്ക് വളരെ കാലങ്ങളായി അറിയാം. നിത്യേന കവിത എഴുതുന്ന ആളാണ്. 1500 കവിതകളാണ് ഇതുവരെ എഴുതിയത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. എല്ലാം മികച്ച കൃതികളാണ്. എൻ്റെ ഒരു പഠനവും ഇതിനകത്ത് എഴുതി ഉണ്ട്. ശ്രുതിയും താളവും ഒത്ത കവിതകൾ, ശ്രുതിയും താളവും ഒത്തേ ഗാനം ശ്രോത്രസുഖം നൽകൂ എന്ന് പ്രേമസംഗീതത്തിൽ ഉള്ളൂര് പാടിയിട്ടുണ്ട്. അതാണ് അങ്ങയുടെ കവിതകൾ. വൃത്തമുണ്ട്, താളമുണ്ട്, എല്ലാം നിറഞ്ഞ നമ്മുടെ മനസ്സിനെ ഹഠാത് ആകർഷിക്കുന്ന തരത്തിൽ നല്ലതുപോലെ. അതിനെന്താ കാരണം? അവിടെയാണ് ശ്രീകുമാറിനോടുള്ള കടപ്പാട്. ഞാൻ ഈ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞ് ശ്രീകുമാർ ഇതിൻ്റെ ഒടുവിൽ, അത് പലരും പരാമർശിച്ചു പോയതേ പോലും അങ്ങനെ പോരാ. ശ്രീകുമാർ ഒടുവിൽ ഒരു 10-15 പേജിൽ ഈ കവിയുമായി നടത്തിയ അഭിമുഖം ഇതിൽ കൊടുത്തിട്ടുണ്ട്. മികച്ചൊരു അഭിമുഖമാണ്. ഞാൻ ശ്രീകുമാറിനെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം വെറുതെ ചുമ്മാ ചോദ്യം ചോദിക്കുകയല്ല. ആ കവിയെ ഉള്ളാലെ മനസ്സ് കണ്ട് ഹൃദയം തന്നിൽ അങ്ങ് ഇരിക്കും പോലവേ മണിവർണ്ണം തന്നെ തെളിഞ്ഞു കണ്ടു ഞാൻ എന്ന് എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ ആ കവിയിൽ പൂർണ്ണമായും സംക്രമിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളു മുഴുവൻ അദ്ദേഹം ഇങ്ങനെ സ്വാംശീകരിച്ചെടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണത്. നല്ല ഒരു ഇൻ്റർവ്യൂ. നിങ്ങൾ ഈ പുസ്തകം ഉണ്ടെങ്കിൽ ആദ്യം വായിക്കേണ്ടത് ശ്രീകുമാറിൻ്റെ അഭിമുഖമാണ്. അതിൽ നിന്നാണ് എനിക്ക് അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ കിട്ടി. ഇദ്ദേഹം എങ്ങനെയാണ് ഇതൊക്കെ കിട്ടിയത്? രാമായണമാണ്. രാമായണം അതൊരു മതഗ്രന്ഥമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇനിയിപ്പോൾ ആ രാമായണം വരാൻ പോവുകയാണ്. അതൊരു മതഗ്രന്ഥമല്ല. മലയാളത്തിൽ കവി ആകണമെങ്കിൽ രാമായണം 10 തവണയല്ല 100 തവണ വായിച്ചാൽ അത്രയും പദസമ്പത്ത് നിങ്ങൾക്ക് കിട്ടും. രാമായണം വായിക്കാതെ ഒരു വരി പോലും എഴുതാൻ കഴിയും. അങ്ങനെ എഴുതുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷേ പദകുബേരത്വം, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ വർണ്ണന, അത് ഈ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ അല്ലേ. കഥേമമ കഥകൾ അതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര. ഇതൊക്കെ പാടിയ ആ കവിയെ അദ്ദേഹം കാച്ചി കുറുക്കി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ഇനിയോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ ആളാരാ? ശങ്കരാചാര്യർ. നമുക്ക് തൊട്ടാൽ പൊള്ളുന്നയാളാണ് ശങ്കരാചാര്യർ. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ ലഹരി അദ്ദേഹം അഭിമാനപൂർവ്വം പറയുന്നു. ഞാൻ പലതവണ വായിച്ചിട്ടുള്ള കൃതിയാണ്. കമ്പാൻജിയാണെന്ന് തോന്നുന്നു പറഞ്ഞു. അദ്ദേഹം നല്ലപോലെ സംസ്കൃതം അറിയുന്ന ഒരാളല്ലെങ്കിൽ ഇത്ര വൃത്തബദ്ധമായി ശങ്കരാചാര്യരെയും അതുപോലെ പൂർവസൂരികളെയും എഴുത്തച്ഛൻ മുതലുള്ള കവികളെയും തൻ്റെ അന്തഃകരണത്തിൽ തൻ്റെ ഒരു പ്രാണപ്രതിഷ്ഠ ചെയ്ത് കവിത എഴുതുവാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ കവിത എഴുതിയ ശ്രീ തെന്നൂര് തീർച്ചയായും നമ്മൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അത് ഈ കവിതകളിലൊക്കെ ഉണ്ട്. തേനൂറുന്ന കവിതകൾ തന്നെയാണ്. അതിന് ആ ശീർഷകം ആര് കൊടുത്താലും, ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതിയാലും ഇത് സദ്യ ഒക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ വിളമ്പലും അതിൻ്റെ സംഘാടകത്വവും വളരെ വലുതാണ്. ഇത് ഈ സദ്ഭാവന ട്രസ്റ്റ്, പ്രത്യേകിച്ചും അതിൻ്റെ എഡിറ്റർ സിന്ധു, അതുപോലെ തന്നെ ബാലചന്ദ്രൻ സാറ്, അതിൻ്റെ അമരക്കാരനായ അതിമനോഹരമായ പ്രൊഡക്ഷൻ, നല്ല പുസ്തകമായി ഇത് വന്നിരിക്കുന്നു. അവിടെയാണ് DTP എടുത്തത്. കവറും ഒക്കെ കൊള്ളാം. നമുക്ക് ഇത് നിങ്ങൾ പറ്റുമെങ്കിൽ ഇവിടെ വാങ്ങിക്കണം. വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ. അങ്ങനെയാണ് നമ്മളൊരു ഒരു ഗ്രന്ഥകാരനെ, കവിയെ ഇഷ്ടപ്പെടുന്നത്. ശ്രീകുമാറിനോട് താല്പര്യമുള്ളവർ ഇതൊരു പുസ്തകം വില കൊടുത്ത് വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചാൽ നമുക്കിടയ്ക്കിടയ്ക്ക് മധുരം പോലെ എടുത്ത് നുണയാം. ഒറ്റയടിക്ക് വായിക്കണ്ട. മധുരം പോലെ നുണയാവുന്ന അനേകം കൃതികൾ, കാവ്യങ്ങളെ പറ്റിയുള്ള പഠനങ്ങൾ ഇതിലുണ്ട്. പ്രത്യേകിച്ചും അതിന് നല്ലൊരു അവതാരിക നമ്മുടെ ശ്രീകുമാറിന് നൽകാൻ സാധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം കൂടിയാണ് ഇത് എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അനേകം പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. സമ്പാദനവും പഠനവും എത്ര 100 കണക്കിന് പുസ്തകങ്ങൾ. അപ്പോൾ ശ്രീകുമാറിന് മനസ്സിലായി എന്താണ് ഈ സമ്പാദനം, പഠനം എന്ന്. അപ്പോൾ അതിൽ അദ്ദേഹം അങ്ങനെ ഒരു തപസ്സോടുകൂടി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. ഭാഷ പഠിക്കുക മാത്രമല്ല, അതിലെ തെറ്റുകൾ എന്നോട് ചില പുസ്തകങ്ങൾ ഇവിടെ കണ്ടു, സാർ ഇങ്ങനെ പോരെ എന്ന് ശ്രീകുമാർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ PhD തീസിസ് വേറെ ഒരു പ്രസി കൊടുത്ത് ചളമാക്കി ഇട്ടിരുന്നത് ഞാൻ ശ്രീകുമാറിൻ്റെ കൊണ്ടു കൊടുത്തപ്പോൾ അതിമനോഹരമായി ആ തീസിസിൻ്റെ 6 കോപ്പികൾ ടൈപ്പ് ചെയ്ത് ഭംഗിയാക്കി തന്നത് ശ്രീകുമാറാണ്. അപ്പോൾ ഒരുപാട് കടപ്പെട്ട ഒരാളാണ് ശ്രീകുമാർ.
അദ്ദേഹത്തിന് ഭാവുകങ്ങൾ നേരുന്നു. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും ഇവിടെ ഉണ്ടായിരുന്നു, കുടുംബാംഗങ്ങളുണ്ട്. തെന്നൂർ സാറ് ഇപ്പോൾ കണ്ടാൽ ഏതാണ്ട് 75, പക്ഷേ അദ്ദേഹം മനസ്സ് നമുക്കൊരു 40 ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ. അങ്ങയുടെ മനസ്സ് കറവ പറ്റാത്ത ഈ കാമധേനു അങ്ങയോടൊപ്പം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പുസ്തകങ്ങൾ അതിന് ബാലേന്ദ്രൻ സാർ തയ്യാറാണ്, ശ്രീകുമാറും തയ്യാറാണ്, അങ്ങയെ സ്നേഹിക്കുന്ന ഈ സമൂഹവും തയ്യാറാണ്. അങ്ങയിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങൾ എഴുതി ഞങ്ങളുടെ മനസ്സിനെ കൂടുതൽ ഈ വളരെ ശാപഗ്രസ്തമായ ഒരു സമൂഹത്തിൽ ഇതുപോലെയുള്ള ധാർമ്മികമായ നല്ലൊരു ബേസിക് ഉണ്ട് സാറിന്. അത് മഹാഭാരതത്തിൻ്റെയുണ്ട്, രാമായണത്തിൻ്റെയുണ്ട്, ഇതിഹാസങ്ങളുടേതുണ്ട്. ഇതൊക്കെ വായിച്ച് സ്വാംശീകരിച്ച അതിഗംഭീരമായൊരു ഭാഷ, ആ ഭാഷയാണ് സാറിനൊരു അനുഗ്രഹ ശക്തിയായി തീർന്നിരിക്കുന്നത്. ആ ദേവി കാവ്യദേവത ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഡോക്ടർ ടി രാജേന്ദ്രൻ പ്ലസ്. ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ BS ബാലേന്ദ്രൻ സാർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സാഹിത്യ നക്ഷത്രങ്ങളെ, എൻ്റെ മുമ്പിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഈ BSSലെ കുടുംബാംഗങ്ങളെ, സാഹിത്യ ശ്രേഷ്ഠരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. തെന്നൂർ രാമേന്ദ്രൻ സാറിൻ്റെ എണ്ണത്തിലേറെ വരുന്ന കൃതികളുടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പുനഃപ്രകാശനമാണ് ഈ തെന്നൂരിലെ തേൻകനികളിലൂടെ നമ്മൾ കാണുന്നത്. തെന്നൂർ സാറുമായിട്ട് എനിക്ക് 10ലേറെ വർഷത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് കവിയരങ്ങുകളിൽ പോയിട്ടുണ്ട്, ഒരുമിച്ച് കവിത ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സൗഹൃദം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. അദ്ദേഹം തൃശ്ശൂർ പോയതിന് ശേഷം കാണാറില്ല എന്ന് മാത്രം. അതേസമയത്ത് ബിയോണ്ട് ശ്രീകുമാറുമായിട്ട് എനിക്ക് 5ലേറെ വർഷത്തിൻ്റെ പരിചയമുണ്ട്. ഇപ്പോഴും കൂടുതൽ ആത്മബന്ധമുണ്ട്. വായനക്കൂട്ടായ്മയുടെ വാക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രസിദ്ധീകരണമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ടുപേരുടെയും ശരിക്ക് പ്രധാന ദിവസമാണ് ഇന്ന് എന്ന് നമുക്കറിയാം. ഇതിൽ തെന്നൂർ സാറിൻ്റെ കവിതകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് സ്പീക്കർ മുതൽ ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ സാർ വരെ സംസാരിച്ചത് കൊണ്ടും വിശപ്പ് നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നത് കൊണ്ടും അധികം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 2 മിനിറ്റ് കൊണ്ട് എൻ്റെ കർമ്മപന്ഥാവിൽ നിന്ന് ഞാൻ വിരമിച്ചു കൊള്ളാം. എണ്ണത്തിലേറെ കവിതകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതകൾ ശരിക്ക് അനായാസേന പാണിഗ്രഹണം ചെയ്യാം എന്ന് വിചാരിച്ചാൽ അതത്ര സാധ്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അത്രത്തോളം ഗഹനസുന്ദരമായിട്ടുള്ള ശൈലിയാണ്, ആട്യമനോഹരമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ്, കുടുംബത്തിൽ പിറന്ന വാക്കുകളാണ് അദ്ദേഹം ശരിക്ക് സജ്ജമാക്കി കവിത രചനയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നത്. അതിലൊരക്ഷരം പോലും ശരിക്ക് അധികപ്പറ്റായിട്ട് വരില്ല എന്ന് മാത്രമല്ല, അർത്ഥം നിറഞ്ഞിരിക്കുന്ന വളരെ യുക്തിഭദ്രമായിട്ടുള്ള താളബദ്ധമായിട്ടുള്ള വൃത്തനിബദ്ധമായിട്ടുള്ള കവിതകളാണ് എല്ലാം എന്നും ഇവിടെ പറയുകയുണ്ടായി. ആ കൃതികളിൽ കാന്തിധാമം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അവലോകനത്തിന് വേണ്ടിയിട്ട് എനിക്ക് ശ്രീകുമാർ സാർ തന്നത്. അത് ആദ്യം വായിച്ചിട്ട് എനിക്ക് ഒന്നും തന്നെ പിടികിട്ടിയില്ല. പലതവണ വായിച്ചു. അധികം മനസ്സിലിട്ട് ശരിക്ക് വ്യാപാരം നടത്തിയതിന് ശേഷമാണ് കുറേയൊക്കെ പിടികിട്ടിയതും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കവനകുശലതയുടെ കമനീയ കുസുമം എന്ന തലക്കെട്ടിൽ ഞാൻ എൻ്റെ ലേഖനം രൂപപ്പെടുത്തിയത്. അതിനെനിക്ക് ശ്രീകുമാർ സാറാണ് ഒരു സൗഭാഗ്യം സമ്മാനിച്ചത്. അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമേ അറിയിക്കുന്നു. അതിൻ്റെ രചയിതാവിനോടുള്ള തെന്നൂർ രാമേന്ദ്രൻ സാറിനോടുള്ള നന്ദിയും ആദരവും ഞാൻ പ്രത്യേകം പറയട്ടെ. ഇത് മാത്രമല്ല, ഇതിൽ 13 ലേഖനങ്ങളാണ് ആദ്യം ഉള്ളത് കവിതകളുടെ രൂപത്തിൽ, കവിതകളുടെ അടിസ്ഥാനത്തിൽ. അത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലൂടെ വന്ന കാര്യങ്ങൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 22 രചനകളാണ് അതിനകത്തുള്ളത്. മൂന്നാമത്തത് അവതാരികകൾ, 11 പുസ്തകത്തിൻ്റെ അവതാരിക ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. നാലാമത്തത് ഡോക്ടർ വിളക്കുടി സാർ പറഞ്ഞതുപോലെ അതിമനോഹരമായ അളന്നു തൂക്കി ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന, അതിന് ശരിക്ക് മനസ്സുറന്നു നൽകുന്ന ഉത്തരങ്ങൾ, അഭിമുഖം. ആ അഭിമുഖം ശരിക്ക്
12 പേജുകളിൽ ഉണ്ട്. അത് കഴിഞ്ഞാൽ 5ാമത് ഒന്നുകൂടെ ഉണ്ടെന്ന് ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ ശരിക്കും അപൂർവമായിട്ടുള്ള സ്വാധീനവും അദ്ദേഹത്തിൻ്റെ പ്രാധാന്യവും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും എക്സ്പോഷറും ഒക്കെ ശരിക്കും വെളിപ്പെടുത്തുന്ന 16 പേജുകളിൽ ഫോട്ടോകൾ. ഈ 16 പേജിലുള്ള ഫോട്ടോകൾ ചേരുമ്പോൾ 4 എന്നുള്ള ഭാഗം 5ആക്കി ഞാൻ കാണുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഈ പുസ്തകത്തിലൂടെ കൂടുതൽ ശരിക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്നത് തെന്നൂർ സാറാണ്. ആ തെന്നൂർ സാറിന് ഇത്തരത്തിലൊരവസരം ഉണ്ടാക്കി കൊടുക്കാൻ ശരിക്കും ശ്രമിച്ചത് ശിവകുമാർ സാറുമാണ്. ഈ പുസ്തകങ്ങൾ എല്ലാവർക്കും കൊടുക്കുകയും അവരെ കൊണ്ട് ശരിക്കും എഴുതി മേടിക്കുകയും ആ ലേഖനങ്ങളെല്ലാം സമാഹരിക്കുകയും അതിനെക്കുറിച്ചൊരു പഠനം കൂടെ വീണ്ടും അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തപ്പോൾ ഈ സമൂഹത്തിന് അതിമനോഹരമായിട്ട് 225 പരം പേജുകളിൽ ഒരു പുതിയ കൃതി ലഭിച്ചിരിക്കുന്നു. 2 പേർ ശരിക്ക് കൂടുതൽ സമൂഹ മധ്യത്തിലേക്ക് എത്തി. മിസ്റ്റർ ശ്രീകുമാർ അവറുകളും തെന്നൂർ രാമേന്ദ്രൻ സാർ അവറുകളും. ആ നിലയ്ക്ക് തെന്നൂർ രാമേന്ദ്രൻ സാറിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു. ശ്രീകുമാറിനെ പൂർണ്ണമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. അതിലെല്ലാത്തിലുപരിയായിട്ട് ഈ പുസ്തകം പുറത്തിറങ്ങണമെങ്കിൽ സാംസ്കാരിക പ്രബുദ്ധതയ്ക്ക് എന്നും പച്ചക്കൊടി ഉയർത്തിക്കാട്ടിക്കൊണ്ടിരിക്കുന്ന അറിവിൻ്റെ വിളനിലമായ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എല്ലാ സമയത്തും കർണൻ്റെ ദാനശീലം കാട്ടിക്കൊണ്ടിരിക്കുന്ന അസാധാരണ പ്രഭ, അതാണ് ശരിക്കും ഡോക്ടർ BS ബാലേന്ദ്രൻ സാർ. ആ സാറിൻ്റെ കർമ്മ നൈരന്തര്യത്തിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു ഭാഗമാണ് ഈ പുസ്തകം എന്ന് പറയും. തെന്നൂരിലെ തേൻകനികളുടെ ജന്മം എന്ന് ഞാൻ പറയും. അതും മാത്രമല്ല ഈ BSSൻ്റെ ടീം അവർ പൂർണ്ണമായിട്ടും ഈ പുസ്തകത്തോട് കടപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ശരിക്ക് ജന്മം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ബാലേന്ദ്രൻ സാറിൻ്റെ ഈ BSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായ സദ്ഭാവനയുടെ സാൻമാർഗികമായിട്ടുള്ള സംസ്കൃതപരമായിട്ടുള്ള സാഹിത്യപരമായിട്ടുള്ള വഴിത്താരയിൽ കണ്ടുമുട്ടിയ മധുര തേൻകനി തന്നെയാണ് ഈ തെന്നൂരിലെ തേൻകനികൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ബാലേന്ദ്രൻ സാറിൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് BSSൻ്റെ മുമ്പിൽ ശരിക്ക് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ബിയോണ്ടിലെ എല്ലാ ജീവനക്കാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എനിക്ക് തന്ന അവസരത്തിന് എന്നെ ശ്രമിച്ചതിലും എല്ലാ നന്മകളും നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിന് നന്ദി പറയുന്നതിനായി ശ്രീമതി സിന്ധു സുരേഷ്. വേദിയിലെയും സദസ്സിലെയും എല്ലാ ബഹുമാനിയർക്കും നമസ്കാരം. സദ്ഭാവന ട്രസ്റ്റ് ഒട്ടനവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചടങ്ങാണ്. ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ശില്പിയുടെ തന്നെ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് എന്ന് പറയുന്നത് സദ്ഭാവന ട്രസ്റ്റിനെ സംബന്ധിച്ചോളം അധികമായ നന്ദിയും സ്നേഹവും ഒക്കെ ഇടകലർന്ന ഒരു സദസ്സാണിത്. ആദ്യമേ തന്നെ എൻ്റെ കർത്തവ്യത്തിലോട്ട് കടക്കട്ടെ. ഇതിൻ്റെ പ്രകാശനത്തിൻ്റെ ചുക്കാൻ അല്ലെങ്കിൽ ഇത് അധ്യക്ഷപദം അലങ്കരിച്ചത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ തന്നെ ചെയർമാൻ ആദരണീയനായ നമ്മുടെ ബാലേന്ദ്രൻ സാറാണ്. സാറിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികമായ നന്ദി അറിയിക്കുന്നു. ഇതിന് സ്വാഗതം പറഞ്ഞത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ അമരക്കാരി എന്ന് തന്നെ പറയുന്ന സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ മാഡമാണ്. മാഡത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികമായ നന്ദി അറിയിക്കുന്നു. പുസ്തക പ്രകാശനം ചെയ്തത് ആദരണീയനായ ബഹുമാന്യ സ്പീക്കറിനെ കുറിച്ച് ഇവിടെ ജയ മാഡം പറഞ്ഞു. ഇത്രയും നമുക്ക് ബഹുമാന്യം തോന്നുന്ന അല്ലെങ്കിൽ സ്പീക്കർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കർത്തവ്യം വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നിയമങ്ങളുടെ ആ ഒരു പ്രാവീണ്യം നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തോടൊരു ആരാധനയാണ് തോന്നുന്നത്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ
സ്പീക്കർ ബഹുമാന്യ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരുള്ള ആദ്യവുമായി നന്ദി അറിയിക്കുന്നു. പുസ്തകം സ്വീകരിച്ചത് ബഹുമാന്യനായ ഡോക്ടർ അച്യുശങ്കർ സാറാണ്. സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ട. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ഉപാധ്യക്ഷനാണ്. നേരത്തെ അദ്ദേഹത്തിന് ഈ പദവിയിൽ നേരത്തെ വരേണ്ട ആളായിരുന്നു എന്ന് ചെയർമാൻ പറഞ്ഞു, അത് നമ്മൾ കേട്ടാണ്. അത് ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയാണ് ഈ പുസ്തകത്തിന് സ്വീകാരം നടത്തിയത് എന്ന് പറയുന്നത്. അതൊരു നമുക്ക് സദ്ഭാവന ട്രസ്റ്റിന് കിട്ടുന്ന പോലും അധികമായ ഒരു സന്തോഷവും ഒക്കെയാണ്. സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികമായി നന്ദി അറിയിക്കുന്നു. ഈ മുഖ്യ പ്രഭാഷണം നടത്തിയത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ എല്ലാം തന്നെയാണ്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്ററാണ്, സദ്ഭാവന കുടുംബത്തിലെ അംഗമാണ്, പ്രധാനപ്പെട്ട വ്യക്തിയാണ് സദ്ഭാവന ട്രസ്റ്റിനെ സംബന്ധിച്ചോളം. ഡോക്ടർ എം.ആർ. തമ്പാൻ സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികമായി നന്ദി അറിയിക്കുന്നു. പുസ്തക പരിചയം ചെയ്തത് ഈ പറഞ്ഞതുപോലെ തന്നെ സദ്ഭാവന കുടുംബത്തിനകത്ത് ഉൾപ്പെട്ട അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ഇടയിലാണ്. സദ്ഭാവനയുടെ ഓരോ പുസ്തകങ്ങളും സാറ് ആണ് അത് അവസാനമൊക്കെ നോക്കി അതിൻ്റെ തെറ്റും ശരിയും ഭാഷയും ഒക്കെ വ്യക്തമായി പറഞ്ഞ് നമുക്ക് ഒരു ഗുരുവിനെ പോലെ നിൽക്കുന്ന ഒരാളാണ് ഡോക്ടർ രാജാ വാര്യർ സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള ആദ്യവുമായി നന്ദി അറിയിക്കുന്നു. ഇനി ആശംസകൾ അറിയിച്ചത് ശ്രീ ഇലക്കുടി രാജേന്ദ്രൻ സാറും അതുപോലെ തന്നെയാണ്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും കുടുംബത്തിനകത്തുള്ളവരാണ്. നമ്മുടെ വീട്ടിലെ ഒരു ചടങ്ങ് നടക്കുമ്പോഴാണ് ഇന്നത്തെ പുസ്തക പ്രകാശനം. സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള ആദ്യവുമായി നന്ദി അറിയിക്കുന്നു. ഡോക്ടർ ജി രാജേന്ദ്രൻ പിള്ള സാറും അതുപോലെ തന്നെയാണ്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ കുടുംബത്തിനകത്ത് നമ്മൾ എപ്പോഴും കാണുകയും നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ സാർ അവിടെ വന്നിരിക്കുമ്പോൾ പുസ്തകങ്ങളുടെ വർക്ക് നടക്കുമ്പോൾ അതിലെ ഭാഷാപരമായ കാര്യങ്ങളും ഒക്കെ അഭിപ്രായം പറയുകയും അതിൻ്റെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഡോക്ടർ രാജേന്ദ്രൻ പിള്ള സാർ. അദ്ദേഹത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള ആദ്യവുമായി നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ തെന്നൂർ രാമേന്ദ്രൻ സാറിൻ്റെ പുസ്തകങ്ങളുടെ ഒരു അവലോകനവും പഠനവും സംവാദനവുമാണ് ഈ പുസ്തകം. അദ്ദേഹം ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ യാത്രകളും ഒക്കെ ഇവിടെ ഇരുന്ന ഓരോരുത്തരും ഓരോ മഹത് വ്യക്തികളും അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹത്തിനും ഇങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ ഒരു പുറത്ത് അല്ലെങ്കിൽ അകമേ നോക്കുമ്പോൾ സാറാണ് പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയാം. സാറിനും പുസ്തകത്തിൻ്റെ സദ്ഭാവനയുടെ പേരിലുള്ള അധികമായ നന്ദി അറിയിക്കുന്നു. ഇനി ഈ പുസ്തകത്തിൻ്റെ ശില്പി ഇന്നത്തെ പ്രധാന വ്യക്തി ആണ് ശ്രീകുമാർ. ബിയോണ്ട് ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് അറിയുന്നത് ബിയോണ്ട് ശ്രീകുമാർ എന്ന് പറയുമ്പോഴാണ്. എനിക്ക് ബിയോണ്ട് ശ്രീകുമാറിനെ കുറിച്ച് പറയാൻ കിട്ടിയ ഒരു വേദിയാണ് ഇന്ന് എന്ന് പറയാം. എന്നെ സംബന്ധിച്ചോളം ഞാൻ എപ്പോഴും കഴിഞ്ഞ 3 വർഷം കൊണ്ട് കാണുന്ന ഒരു വ്യക്തി. എനിക്ക് പെട്ടെന്നൊരു സങ്കടം വന്നു സാറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ. ഞാൻ ആദ്യം കാണുമ്പോൾ എന്താ പറയുക, ഒരു സാറ് ബാലേന്ദ്രൻ സാർ എന്നോട് പറഞ്ഞു, സിന്ധു ബിയോണ്ടിൽ പോകണം, അവിടെ ശ്രീകുമാറുണ്ട്, ശ്രീകുമാറിനെ പോയി കണ്ട് നമ്മുടെ പുസ്തകങ്ങളെല്ലാം അവിടെയാണ് ചെയ്യുന്നത്, പോകുന്നു. ആദ്യത്തെ വർക്ക് നമ്മുടെ സെക്രട്ടറി ജയ മാഡത്തിൻ്റെ വർക്കാണ്. അതും കൊണ്ടാണ് ഞാൻ ബിയോണ്ടിൽ ആദ്യമായി പോകുന്നത്. ഒരു സാധാരണ സാർ എന്നാണ് ഞാൻ ആദ്യം അഭിസംബോധന ചെയ്തത്. അദ്ദേഹത്തെ ശ്രീകുമാർ സാർ എന്നാണ് വിളിച്ചത്. അവിടെ ചെന്നു, ആ പുസ്തകം ചെയ്തു, വളരെ ഒരു സാധാരണ രീതിയിൽ പോയി. പക്ഷേ ഇന്ന് 3 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹത്തിനോട് തോന്നിയ ആ ഒരു ബഹുമാനവും സ്നേഹവും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പുറമാണ്. സാർ എന്ന് വിളിച്ച വ്യക്തിയിൽ നിന്നും ജ്യേഷ്ഠൻ എന്ന് വിളിക്കാൻ എനിക്കിപ്പോൾ എന്നോട് ചിലപ്പോൾ അവിടെ ഇരുന്ന് പറയാറുണ്ട്, സിന്ധു എന്നെ സാറെന്നെയാണ് വിളിക്കുന്നത്, ഇപ്പം അങ്ങനെയൊന്നും വിളിക്കാറില്ല എന്ന്. സത്യത്തിൽ എനിക്ക് ഇപ്പം എന്ത് വിളിക്കണം, ജ്യേഷ്ഠൻ എന്ന് ഞാൻ മനസ്സിൽ കാണുന്ന, എൻ്റെ കൂടപ്പിറപ്പിനോടൊപ്പം കാണുന്ന ഒരു വ്യക്തിയെ സാർ എന്ന് പറഞ്ഞ് ഒരു അന്തരത്തിൽ നിർത്തുവാൻ എനിക്കിപ്പോൾ ഇഷ്ടമല്ല. അത്രയും ഞാൻ എന്നോടൊപ്പം അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് ബിയോണ്ട് ശ്രീകുമാർ എന്ന, ഞാൻ ഏത് തരത്തിൽ വിളിച്ചാലും എന്നോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരു ഭാഗമായി കഴിയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം അഭിമാനമൊന്നുമല്ല, സ്നേഹം എന്ന് തന്നെ പറയാം. ഇവിടെ നേരത്തെ അച്യുശങ്കർ സാർ പറഞ്ഞു അക്ഷരങ്ങളുടെ ശില്പി എന്ന്. സത്യം തന്നെയാണ്, അക്ഷരക്കൂട്ടുകളുടെ ശില്പി തന്നെയാണ് ശ്രീ ബിയോണ്ട് ശ്രീകുമാർ. അത് പറയുന്നതിൽ ഒരു ഇതും വേണ്ട. തിരുവനന്തപുരത്തെ സാംസ്കാരിക മേഖലകളിൽ ഏതൊരു പ്രഗത്ഭ വ്യക്തിയെ എടുത്താലും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ് കിട്ടിയ അല്ലെങ്കിൽ
ആ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ബിയോണ്ട് ശ്രീകുമാർ എന്ന ഞാൻ എൻ്റെ എന്ന് പറഞ്ഞു നമ്മളോടൊപ്പം നമ്മളൊരു ഹൃദയബന്ധം കൊടുക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അങ്ങനെ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഒരു വ്യക്തി സദ്ഭാവന ട്രസ്റ്റിൻ്റെയും കൂടി ഭാഗവത്താകുക എന്ന് പറയുന്നത് വളരെ സ്നേഹമുള്ള ഒരു കാര്യമാണ്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ മുഴുവൻ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെയാണ് പുറത്തിറങ്ങുന്നത്. ഒരു A4 പേപ്പറിൽ എഴുതുന്ന അക്ഷരങ്ങളെ അതിനെ ചിട്ടപ്പെടുത്തി, അതിനെ ലേഔട്ട് ചെയ്ത്, അതിനെ ഭംഗിയാക്കി, അതിൻ്റെ കവർ ഡിസൈനൊക്കെ വളരെ ഇതാക്കി, അതൊരു ശ്രീകുമാർ ടച്ചാണ്, ശ്രീകുമാറിൻ്റെ ശൈലിയാണ്. അത് എനിക്ക് തോന്നുന്നു മറ്റു പുസ്തകങ്ങൾ എടുത്താൽ സദ്ഭാവനയുടെ പുസ്തകങ്ങളെല്ലാം ഒരു പ്രത്യേക ശൈലിയിൽ കൂടിയാണ് പോകുന്നത്. അത് ശ്രീകുമാറിൽ കൂടിയാണ് പോകുന്നത് എന്ന് പറയുന്നതിൽ വളരെയധികം അഭിമാനവും സന്തോഷവും കൊള്ളുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരാളുടെ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ആ ആളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുക. ഞാൻ സത്യത്തിൽ ഈ സദ്ഭാവന എനിക്കൊന്നും അറിയില്ലായിരുന്നു. സാറ് പബ്ലിക്കേഷൻ ഇത് പറഞ്ഞു, പുസ്തക പ്രസാധന രംഗം എന്ന് പറഞ്ഞു എന്നല്ലാതെ ഒരു പത്രസ്ഥാപനത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു ചെറിയ പരിചയം മാത്രമേ എനിക്ക് ഒരു പുസ്തക പ്രസാധനം എന്ന് പറയാം. എന്ന് വെച്ചിട്ട് ഞാനൊരു പത്രപ്രവർത്തകയിൽ നിന്നും പറയാൻ പറ്റില്ല. ഒരു സ്ഥാപനത്തിൽ 10 വർഷം യഥാർത്ഥത്തിൽ ഞാൻ അവിടെ മാർക്കറ്റിംഗ് മേഖലയിലാണ് നിന്നിരുന്നത്, അഡ്വർടൈസ്മെന്റ് മേഖലയിലാണ് നിന്നിരുന്നത്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഒരു പത്രം, ഇവിടുത്തെ സദ്ഭാവന പത്രം കണ്ടു, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു എന്നുള്ള ഒരു ഇതല്ലാതെ എനിക്ക് ഈ പുസ്തക പ്രസാധന രംഗം എന്തെന്ന് പോലും അറിയാതിരുന്ന സാഹചര്യത്തിൽ സത്യത്തിൽ എൻ്റെ ഒരു മാസ്റ്റർ, എൻ്റെ ഒരു പഠിതാവ് അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. അടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പഠനം എന്ന് പറയുന്നത് അത് വലിയ എനിക്ക് ഒരു പ്രസാധന രംഗം എന്താണ്, അവിടെ എന്തൊക്കെ ചെയ്യണം, ഒരു പുസ്തകം കണ്ടാൽ എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അതിനെന്നെ പ്രാപ്തയാക്കിയ അല്ലെങ്കിൽ എന്നെ അതിനവിടെ കൊണ്ട് എത്തിച്ച ഞാൻ ഇപ്പോൾ കാണുന്ന ഓരോ വ്യക്തികളെയും എനിക്ക് പരിചയപ്പെടുത്തി തന്ന ഇപ്പോൾ ഡോക്ടർ രാജ സാറ്, സുഗീത ടീച്ചർ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും എനിക്ക് ഈ മേഖലയിൽ എന്നെ കൊണ്ട് പരിചയപ്പെടുത്തി, ഓരോ മേഖലകളിലും ഓരോരുത്തരുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നെ സിന്ധു അല്ലെങ്കിൽ പബ്ലിക്കേഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ ഉള്ള ഒരു പരിചയ സമ്പത്ത് നേടിത്തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ ഒരു അവസരത്തിൽ പുസ്തകം എന്നുള്ളതിലുപരി അദ്ദേഹത്തോടുള്ള നന്ദി പറയുക എന്നുള്ളതാണ് ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുന്നു. എന്നെ ഈ പ്രാപ്തയാക്കിയതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയുകയും ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ ഇങ്ങനൊരു പുസ്തകം സദ്ഭാവന ട്രസ്റ്റിന് തരികയും അദ്ദേഹം സത്യത്തിൽ നേരത്തെ സാറ് പറഞ്ഞതാണ് കറക്റ്റ്, അദ്ദേഹത്തിന് സമയമില്ല, ഇതില്ല. രാത്രി ഏറ്റവും 10-11 മണി വരെ ഒരു പുസ്തകം ചിലപ്പോൾ പെട്ടെന്ന് പ്രസ്സിൽ വിടണം, 11 മണി വരെയൊക്കെ അർദ്ധരാത്രി വരെയൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. അതിരാവിലെ വന്ന് ചെയ്യുന്ന മനുഷ്യനാണ്. ഞായറാഴ്ചകളിൽ സമയം നോക്കാതെ എല്ലാം അത്രയും ഡെഡിക്കേഷനാണ് പുള്ളിക്ക്. ഓരോ വർക്കും തൻ്റെ വർക്കുകളൊന്നും തന്നെ ഏത് വർക്ക് എടുത്താലും പുള്ളി കാണിക്കുന്ന ആത്മാർത്ഥത അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. അടുത്തിരുന്ന് കാണുകയും അത് ഉള്ളിനുള്ളിൽ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇവിടെ ഓരോരുത്തരെയും ഇവിടെ ഒത്തിരി പേരുണ്ട്. നമ്മുടെ അടുത്തിരിക്കുന്ന ടീച്ചർ, സാറ്, അങ്ങനെ ഒത്തിരി പേര്, ഇടയങ്കോട് സാറ്, എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അദ്ദേഹം വിളിച്ചും തെന്നൂർ സാറിൻ്റെ അതുപോലെ തന്നെയാണ് ബിയോണ്ടിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന അവരാണ് അവിടെ ഇരിപ്പുണ്ടവരെല്ലാവരും. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഭാരത് സേവക് സമാജ്, സദ്ഭാവന, എല്ലാവർക്കും, ഓരോ പ്രവർത്തകർക്കും, ഓരോ സുഹൃത്തുക്കൾക്കും, ഓരോ ബഹുമാനിയർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे
तव जय गाथा। जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।